ഇപ്പോഴും എറണാകുളം ബസിലിക്കയിൽ കൂദാശ വിലക്കുള്ള ഫാദർ വർഗീസ് മണവാളൻ തന്നെയാണ് പരിശുദ്ധ അൽത്താരയിൽ നിന്ന് ദിവ്യകാരുണ്യം എടുത്തുയർത്തി ആരാധന നടത്തുന്നത്. ആരാധന ചാപ്പിലും ആരാധന നടത്തുന്നതും കൂദാശ വിലക്കുള്ള ഈ വൈദികനാണ്. ഇത് കാണാൻ ആളുകളുടെ തിക്കും തിരക്കുമാണ്. കൃത്യമായി എണ്ണിയാൽ രണ്ടും മൂന്നും സ്ത്രീകളും മൂന്നും നാലും പുരുഷന്മാരുമാണ് കഴിഞ്ഞ ദിവസം പങ്കെടുത്തത്. ഈ ഇടവകയിലെ വിശ്വാസികളോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ ആർക്കെങ്കിലും തിരുസഭയെ അനുസരിക്കാതെ അൽത്താരയിൽ കയറി യാതൊരു കൂസലുമില്ലാതെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചാൽ ഇതിന്റെ ശിക്ഷ ഉദാസീനരായി നിൽക്കുന്ന ഇടവകക്കാർ കൂടി അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അത് മനസ്സിൽ വച്ചിട്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷണനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്നാണ്. എറണാകുളം ബസിലിക്ക ഇടവകക്കാരെ, ചൂടോ തണുപ്പോ ഉള്ളവരായി നിങ്ങൾ മാറുക. പള്ളി ആർക്കും കയറി എന്തും ചെയ്യാവുന്ന അവസ്ഥയിലാണിപ്പോൾ. അങ്ങനെ അനുവദിച്ചുകൂടാ. പള്ളിയിൽ വിശുദ്ധ കുർബാന ഇല്ലെങ്കിലും ആ പള്ളി തന്നെയാണ് വിശ്വാസികളുടെ ഇടവക. അതുകൊണ്ട് എല്ലാ ദിവസവും വിശ്വാസികൾ വന്ന് അവിടെ ഇരുന്ന് ഈ പ്രതിസന്ധിയിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ ഒരു കച്ചവട സ്ഥലമാക്കരുത്. അവിടത്തെ അയലത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്നാണ് തിരുവെഴുത്ത്. ഈശോയ്ക്ക് പിതാവിന്റെ അയലത്തെ കുറിച്ചുള്ള തീഷ്ണതയുണ്ട്. എറണാകുളം ബസിലിക്ക ഇടവകക്കാർ ദേവാലയത്തിലേക്ക് കടന്നു വരിക. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അവിടെ വന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കുക. ഇടവകക്കാർ ദേവാലയത്തെ കുറിച്ച് തീക്ഷ്ണമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ പട്ടിയും പൂച്ചയും കയറി അത് അശുദ്ധമാക്കിയാൽ ഇടവകക്കാരുടെ ഭവനങ്ങളിൽ അതിന്റെ പ്രതിഫലം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈശോയുടെ അൽത്താര തിരുസഭയെ അനുസരിക്കാത്തവരാൽ മലിനമാക്കപ്പെടാതിരിക്കാൻ ഇടവകക്കാർ ദേവാലയത്തിലേക്ക് വരിക. ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ എന്ന് തിരുവെഴുത്തിൽ പറയുന്നു. ഈശോയുടെ ദേവാലയം കലഹവും അനുസരണക്കേടും കൊണ്ട് തകർക്കാൻ ആളുകൾ ഒത്തുകൂടുമ്പോൾ സ്വസ്ഥമായി സ്വന്തം കാര്യങ്ങളിൽ വ്യാപ്തരായി ജീവിക്കുകയാണോ വിശ്വാസികൾ ചെയ്യേണ്ടത്? നിങ്ങൾ അതൊന്ന് ഓർക്കുക, മനസ്സിരുത്തി ഓർക്കുക. ആരും ആവശ്യപ്പെട്ടില്ലെങ്കിൽ കർത്താവും ഇടപെടുകയില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഈശോ വെള്ളം വീഞ്ഞാക്കിയത്. ശക്തമായി ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാതെ കർത്താവിന്റെ ശക്തി ഈ പ്രശ്നത്തിൽ വെളിപ്പെടുകയില്ല. കർത്താവുമായുള്ള ഐക്യം പ്രഖ്യാപിക്കുവാനുള്ള സമയമാണിതിപ്പോൾ. ഇത് ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത്. ഈ അതിരൂപതയിലെ ഇപ്പോഴത്തെ പ്രശ്നത്തെ പ്രതിവേദനിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവിന്റെ ഉത്തരം ലഭിക്കും. അത് പ്രാർത്ഥിക്കുന്നവർക്ക് സംരക്ഷണമായി തീരുകയും ചെയ്യും.